അസ്സലാമു അലൈക്കും, വെൽക്കം ടു മൈ വേൾഡ്. അപ്പോൾ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തേത് ഒരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ, അതുകൊണ്ട് നിങ്ങളെല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണണേ. നമ്മളിപ്പോൾ ലോങ് വീഡിയോ ഇടയിലൊക്കെ ഭയങ്കര ചുരുക്കമാണ്. അപ്പോൾ ഇവിടുന്ന് കുറേ ചെടികൾ ഞാൻ പറിച്ചു കൊണ്ടുപോയിട്ട് നമ്മൾ അനിയത്തിൻ്റെ വീട്ടിൽ നട്ടു വെച്ചിട്ടുണ്ട് കേട്ടോ. ബാക്കി ഇതെല്ലാവരും ഇങ്ങനെ പൂവിട്ട് കുട്ടപ്പന്മാരായിട്ട് ഇരിക്കുകയാണ്. ഇവരൊന്നും ഞാൻ പറിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ എല്ലാവരും ഇവിടെ ഇങ്ങനെ പൂത്തുലഞ്ഞ് നിൽക്കുകയാണ്. താഴത്തേക്ക് ഞാൻ തേങ്ങ മുറുക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ ഈ ഒരു മലായിച്ചീര ഉണ്ടല്ലോ, അതിന് നിറച്ച് കായ ഉണ്ടായിട്ടുണ്ട്. പണ്ട് കളിക്കുമ്പോൾ ഈ ഒരു കായായിരുന്നു കറി വെക്കാനൊക്കെ കുറേ എടുത്തിരുന്നു കിട്ടാം. അന്നത്തെ മെയിൻ സംഭവമായിരുന്നു ഇതിൻ്റെ കായ കറി വെക്കൽ പറഞ്ഞാൽ. അതൊക്കെ ഒരു കാലം. അങ്ങനെ എല്ലാവരും താഴത്തെ തൊടിയിലും കുറേ ആൾക്കാർ പൂവിട്ടിട്ട് അണിഞ്ഞൊരുങ്ങി നിൽക്കുന്നുണ്ട്. മൊത്തത്തിൽ പൂവിൻ്റെ മഴയാണ്. എന്നോട് എല്ലാവരും പറഞ്ഞത് ഇപ്പോൾ ഗാർഡനിങ് വീഡിയോ ചെയ്യുമെന്നാണ് കേട്ടോ. അതൊന്നും ചെയ്യാൻ ഇവിടെ എന്ന് പറഞ്ഞാൽ ഇത്ര പൂക്കൾ എന്ത് വെച്ചാലും ഇവിടെ ഉണ്ടാവില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ഉണ്ടാക്കാനും ഭയങ്കര മടിയാണ്. നമ്മളെ വീട്ടിലാണെങ്കിൽ എന്ത് വെച്ചാലും ഉണ്ടാവും. കറിവേപ്പും അതേപോലെ തന്നെ വേറൊരു ചെടിയും കൂടെ ഉണ്ട്, അത് മാത്രമാണ് ഉണ്ടാവാത്തത്. ബാക്കി എന്ത് വെച്ചാലും ഉണ്ടാവലുണ്ട്. അങ്ങനെ നമ്മൾ കോഴിപ്പൂ ഉണ്ടല്ലോ, അതിന് നല്ലൊരു വലിയ പൂവ് ഒടിഞ്ഞു തൂങ്ങിയിട്ടുണ്ട്. അതിമന്ന് ഒന്നെടുത്തിട്ട് ഒരു ബൊക്കൊക്കെ ഉണ്ടാക്കിയിട്ട് ഇവിടെ ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ. അതിൻ്റെ അടുക്കന്നെ ഉമ്മ മുറ്റൊക്കെ അടിച്ചോരി ഇവിടെ കൂട്ടിയിട്ടിട്ട് ചൂടുന്നുണ്ട് കേട്ടോ. പകുതി ഞാൻ അടിച്ചോരി, പകുതി അനിയത്തി അടിച്ചോരി, പകുതി ഉമ്മ അടിച്ചോരി, അങ്ങനെ 3 പാർട്ടാക്കിയിട്ടൊക്കെയാണ് അടിച്ചോരിയിട്ടുള്ളത്. മുറ്റൊക്കെ നല്ലോണം വൃത്തികേടായിട്ട് കിടക്കുക ചെയ്തോട്ടെ, എല്ലാം ഇങ്ങോട്ട് അടിച്ചോരി ചുട്ടു. ഈ ഭാഗത്ത് ഇപ്പോൾ വിറക് പോയപ്പോൾ തന്നെ ഒരു സുഖം ഉണ്ടല്ലേ കാണാൻ. അത് കഴിഞ്ഞിട്ട് വരുമ്പോൾ ഞങ്ങൾ ഉണ്ടാക്കിയിട്ട് ചോറ് കൊണ്ടുവന്നിരുന്നു കേട്ടോ. കേബേജ് ഉപ്പേരിയും പപ്പടം പൊരിച്ചതൊക്കെ വേഗം തന്നെ അത് ഞാൻ തിന്ന്. അതിൻ്റെ അടുത്ത് കൈസിന് ഒരു പ്ലേറ്റ് ചോറാണ്ട് കൊട്ടി കൈക്കെന്ന് തോന്നി തട്ടിയപ്പോൾ വീണതാണ് കേട്ടോ. അങ്ങനെ അത് നമ്മൾ അപ്പുറത്ത് കൊണ്ടുപോയിട്ട് ആ ചെടീൻ്റെ തടത്തിലിട്ട് വെച്ചു കേട്ടോ. അപ്പോൾ കാക്കക്കുട്ടന്മാരെല്ലാവരും ഒരുമിച്ച് ഓടി എത്തിയിട്ടുണ്ട്. സാധാരണ ഞാൻ കൊലായിലിരുന്നിട്ട് ഐസിന് ചോറ് എടുക്കുമ്പോൾ ഇവരൊക്കെ വരലുള്ളതാണ്. അപ്പോൾ കുറേ കാലങ്ങൾക്ക് ശേഷം അവർക്ക് ഇപ്പോൾ ചോറ് കിട്ടുകയാണ് എൻ്റെ കൈകൊണ്ട്. പിന്നെ അടിയിലൊക്കെ പോയിട്ട് കുമ്പളങ്ങ ഉണ്ടായിട്ടുണ്ട്, അതൊക്കെ വിളവെടുത്തു. എന്നിട്ട് ഇതാ കഴിച്ചാത്താക്ക് ബാക്കി ഒരു കഷ്ണം എടുത്തിട്ട് ഞാനിതാ താഴത്തുള്ള വീട്ടിലേക്ക് പോകാൻ കേട്ടോ. അവരെ വീട്ടിലേക്ക് പോകുന്നതും എനിക്ക് നല്ല ഇഷ്ടമാണ്. കഴിച്ചാത്താൻ്റെ വീട്ടിൽ വരുന്നവർക്ക് നല്ല ഇഷ്ടമാണ്. കാരണം ഒരുപാട് ചെടികളുണ്ടാവും കേട്ടോ അവിടെ. അപ്പോൾ ഇതാ വരുന്ന വഴിയിലൊക്കെ കണ്ട ഒരുപാട് ചെടികളൊക്കെ പൂത്തുലഞ്ഞ് നിൽക്കുന്നുണ്ട്. എന്നാൽ അവിടെ കുറേ ചെടികൾ ഇപ്പോൾ പോയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇതാ അവിടുന്ന് ഞാൻ കുറച്ച് മുളക് വാങ്ങി. അവിടെ വയലറ്റ് മുളകുണ്ട്, അത് വാങ്ങി. പിന്നെ ചെടി ഇതാ കവറിൽ വാങ്ങി. അതേപോലെ തന്നെ കൈചാത്താനോട് കയറി ഓലോടുന്ന് ഒരു കവറിൽ ചെടി വാങ്ങി. അവിടുന്ന് മുളക് കിട്ടിയിരിക്കണം കേട്ടോ കൈചാത്താൻ്റെ അവിടുന്ന്. അങ്ങനെ ഇതാ 2 പേരേന്നും ഇഷ്ടംപോലെ ചെടിയൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. അവരൊക്കെ ചെടി തരിക പറഞ്ഞാൽ അങ്ങനെ നമുക്കായതുകൊണ്ട് ഇങ്ങനെ പറിച്ചെടുത്ത് തരും കേട്ടോ ചെടികൾ. ഇത് കൈചാത്താൻ്റെ മുളകാണ്. അങ്ങനെ ഇതാ 2 വീട്ടിൽ നിന്നും മുളകും ചെടിയും ഒക്കെ കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് നേരെ കുൽസ്വാത്താൻ്റെ വീട്ടിലേക്ക് പോയിട്ട് നമ്മളെ നേരെ മുന്നിലുള്ള അവിടുന്ന് പോകുന്നത് കറിവേപ്പ് വാങ്ങാനാണ് കേട്ടോ. കറിവേപ്പിൻ്റെ തൈ. അപ്പോൾ നമ്മളെ പുതിയ വീട്ടിൽ കറിവേപ്പ് കൊണ്ടുപോയി വെക്കാനാണ്. അങ്ങനെ ഇത് അവിടുന്ന് കറിവേപ്പിൻ്റെ തൈയൊക്കെ പറിച്ചെടുത്ത് കൊടുന്നു. പിന്നെ നമ്മളെ 10 മണി ചെടികളൊക്കെ കണ്ട അവിടെ കൊണ്ടുവന്ന് വെച്ചതിന് ശേഷം എല്ലാവർക്കും ഭയങ്കര ക്ഷീണമാണ് കേട്ടോ. ആ ചെടിച്ചട്ടി കൊടുക്കാനാണ് കൊടുക്കുന്നത്. പക്ഷേങ്കിൽ ഓൽക്ക് ഇവിടെ ഒന്നും ഇഷ്ടപ്പെട്ടിട്ടില്ല. ഓൽക്ക് എൻ്റെ വീട് തന്നെ എപ്പോഴും ഇഷ്ടട്ടാ. അതിന് ഓൽക്കതാ വേണ്ട എന്നുള്ളതിൽ ഇങ്ങനെ പൂവിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇതാ എല്ലാ ചെടികളും ഞാൻ കൊണ്ടുവന്നതൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. ഓരോ പ്രാവശ്യം പോകുമ്പോഴും ഞാനിങ്ങനെ ചെടി എടുത്തിട്ടാണ് വരലത്. അവിടെയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ അവിടെ നിൽക്കുക എന്ന് പറഞ്ഞാൽ വേരോടുക്ക തന്നെയാണ് എല്ലാതും പറിച്ചു കൊടുക്കുന്നത്. വേരോടുക്കനൊക്കെ അവിടെ പറിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലോണം ഉണ്ടാവും. ഇവിടെ എന്താണെന്നാവും അവർക്കൊരു ഇൻട്രസ്റ്റ് ഇല്ല ഉണ്ടാവാൻ. അങ്ങനെ ഇതാ എല്ലാതും ഞാൻ വരിക്ക് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഇത്രയേ